ഹായ് ഫ്രണ്ട്സ്, ഈസ് മീ യുവേഴ്സ് ഡീപ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അതിലേക്ക് ആവശ്യമായുള്ള ചെമ്മീൻ നല്ലപോലെ കഴുകി ഫൈനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് ഒന്നുകൂടെ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അത് നമുക്ക് ഒരു 30 മിനിറ്റോളം, കുറഞ്ഞതൊരു 30 മിനിറ്റോളം മാറ്റി വെക്കണം, റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. നല്ലപോലെ അതിനകത്ത് മസാലയൊക്കെ പിടിക്കുന്നവരെ മാരിനേറ്റ് ചെയ്ത് അത് വെച്ചിരിക്കുക. ആ സമയത്ത് നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി ഈ 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചെമ്മീൻ അതിലേക്കിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു 4 to 5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ നമുക്ക് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം നമുക്ക് തിരിച്ചിടണേ. ഒരു 3 മിനിറ്റ്സ് ഒന്നും കൂടെ നമുക്ക് തിരിച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്യാം. ചെമ്മീൻ അധികം വേവില്ല, പെട്ടെന്ന് ഇത് വെന്തോളും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് നോക്കിയാൽ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം മാറ്റിയിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇച്ചിരി കടുകിട്ട് പൊട്ടിക്കാം. ഇതിന് അതിലേക്ക് നമുക്ക് ഒരു 10 തൊട്ട് 15 അല്ലി വെളുത്തുള്ളി ഇടാം. കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ, ഒരു മണമൊക്കെ വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാവേ. സവാള ഇട്ട് നല്ലപോലെ വഴറ്റി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കൊരു 2.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇടുക. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി യോജിപ്പിക്കണേ. അതിൻ്റെ ആ മുളക് പൊടിയുടെ ഒരു റോ മണമൊക്കെ മാറുന്നത് വരെ നമുക്കത് നല്ലപോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ചെറിയൊരു സ്മോൾ ടു മീഡിയം പരുവത്തിലുള്ള ഒരു തക്കാളി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ അതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. അതിലേക്ക് നമുക്കൊരു 1 കപ്പോളം തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു അടപ്പ് വെച്ച് അടച്ചു വെച്ചേക്കുക. അത് നല്ലപോലെ ഒന്ന് വേവട്ടെ. അതിനുശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് കറി ലീവ്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും കുറച്ച് നേരം വേവിക്കുക. പിന്നെ അത് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കുക കേട്ടോ. നല്ല രുചിയുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വളരെ ടേസ്റ്റിയാട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദീപ. ബൈ.